ഈ നന്നായി തിളച്ച് വരുന്ന കറിയുണ്ട്. ഇതാണ് ഗ്രീൻ പീസ് കുറുമ. ഈ കറീൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ച വെജിറ്റബിൾസ് ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 4-5 ബീൻസ്, ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ്. ഇനി ഇതൊക്കെ നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിപ്പിച്ചെടുക്കാം. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും ബീൻസും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് കുക്കറിലിടാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയില്ല, ഒരു മുറിയിലും കുറച്ച് കുറവാണ് തേങ്ങ എടുത്തത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. അത് പൊട്ടി വന്നാൽ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിപ്പിച്ച് വെച്ച വെജിറ്റബിൾസും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം അധികമാണ്, അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.